റമദാനല്ലേ വരുന്നത്. നോമ്പ് അതിശ്രേഷ്ഠമാക്കപ്പെട്ടൊരു ഇബാദത്താണ്. അതിൻ്റെ പ്രതിഫലം എണ്ണിയാലൊടുങ്ങാത്തതാണ്. അത് റബ്ബിനുള്ളതാണ്. റബ്ബ് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം തരുന്നതും. നോമ്പുകാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു കവാടമുണ്ട്. അത് റയ്യാൻ ബാബാണ്. മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിങ്ങനെയാണ്: അൻ സഹ്ൽ റളിയല്ലാഹു അൻഹു, സഹ്ൽ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ, സ്വർഗ്ഗത്തിൽ റയ്യാൻ എന്നൊരു വാതിലുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ദിവസം നോമ്പുകാരാണ് അതിലൂടെ പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാതെ വേറെ ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. യുഖാലു ഐന സ്വായിമൂൻ, അപ്പോൾ വിളിച്ചു ചോദിക്കും, എവിടെ സ്വായിമീങ്ങൾ, എവിടെ നോമ്പുകാരെവിടെ എന്ന് വിളിച്ചു ചോദിക്കപ്പെടും. ഫയഖൂമൂന, അപ്പോൾ എണീറ്റ് നിൽക്കും അവര്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാതെ ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലൂ, അപ്പോൾ അവരതിൽ പ്രവേശിച്ചാൽ, നോമ്പുകാരതിലൂടെ പ്രവേശിച്ചാൽ, ഉഗ്ലിഖ ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, ആ വാതിൽ അടക്കപ്പെടും, പിന്നെ ഒരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ സ്വർഗത്തിൽ റയ്യാൻ എന്ന വാതിലൂടെ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പാണ് വരുന്നത്. നോമ്പ് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നോമ്പുകാർക്ക് പറഞ്ഞ റയ്യാൻ വാതിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ എല്ലാ നോമ്പുകാർക്കും അതിലൂടെ പ്രവേശിക്കാൻ കഴിയൂല. നോമ്പ് നോമ്പായിരിക്കണം. അതെങ്ങനെയുള്ള നോമ്പാണ്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നാളെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.